ഉന്മാദം. ഷെല്ലി എന്ന കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ ഒരു വർഷത്തെ മെഡിക്കൽ ലീവിന് ശേഷം തിരിച്ച് ഡ്യൂട്ടിയിലൂടെ ജോയിൻ ചെയ്യുകയാണ്. ആളുടെ മെയിൻ സ്വപ്നം പോലീസ് ഓഫീസർ ഒന്നും അല്ല, സിനിമയാണ്. കഥകൾ എഴുതുന്നു, ഡയറക്ടേഴ്സിനെ കാണുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്താണ് ആൾക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ട് പാലക്കാടോട്ട് പോകുന്നത്. ആ ഒരു സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ അറിയുകയാണ് അവിടെ 174 എന്നൊരു കേസ് ഫയൽ ഉണ്ട്. ആ ഒരു കേസ് ഫയലിൽ തൊടുകയോ അല്ലെങ്കിൽ അതിന്റെ പുറകെ അന്വേഷിച്ച് പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം സംഭവിക്കും. അപ്പോഴാണ് ആൾക്കൊരു കഥ കിട്ടുന്നത് ഡയറക്ടറോട് പറയാനായിട്ട്. അങ്ങനെ ആ ഒരു കേസ് ഫയലിന്റെ പുറകെ ആൾക്കൊരു ഒബ്സഷനായി മാറുന്നു. പിന്നീട് ഈ ഒരു ഒബ്സഷൻ അതെങ്ങനെയൊക്കെ ആളുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും അഫക്ട് ചെയ്യുന്നതാണ് സിനിമയുടെ ഒരു മെയിൻ കഥ. ആൻഡ് ആ ഒരു 174 കേസ് ഫയലിന്റെ ആ ഒരു മിസ്റ്ററി, ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു ഒബ്സഷൻ, ഷെല്ലിയുടെ ഒബ്സഷൻ എല്ലാം നല്ല എൻഗേജിങ് ആയിരുന്നു. ആൻഡ് ആ ഒരു ത്രില്ലർ മൂഡ് അവരെ ആദ്യം മുതൽ തന്നെ അവരെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു സിനിമ സ്വപ്നം കാണുന്ന ഒരു പോലീസ് ഓഫീസറുടെ സ്ട്രഗിൾ അത് ആളുടെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെ അതൊക്കെ മാറുന്നു, അതും വളരെ വൃത്തിയോടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവിൽ അതൊന്നാണ് കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ്. ഈ ഒരു സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ മെന്റലി ബ്രേക്ക് ഡൗൺ എന്നൊരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷൻ ഉണ്ടല്ലോ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഈ അടുത്തുള്ള ഏത് സിനിമകൾ നോക്കിയാലും നാഷണൽ അവാർഡ് വർത്തി പെർഫോമൻസ് ആണ് കാണുന്നത്. ഈ ഒരു സിനിമയിലും അങ്ങനെ തന്നെ. അതേപോലെ ലിജമോൾ ജോസ് ഗംഭീരമായിട്ട് തന്നെ കുഞ്ചാക്കോ ബോബന്റെ വൈഫിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആൻഡ് കിരൺ ദാസിന്റെ ഡയറക്ഷനിലും അർജുൻ സേതുവിന്റെ സിനിമാറ്റോഗ്രഫിയിലും ആ ഒരു ത്രില്ലർ മൂഡ് അവർ നന്നായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പടത്തിന്റെ ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ പ്ലേസ്മെന്റും എല്ലാം കംപ്ലീറ്റ്ലി ആ ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോലീസ് ഓഫീസറിന്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും വളരെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയ സിനിമയുടെ സെക്കൻഡ് ഹാഫ് മുതലാണ്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു 15% വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട്. അവിടെ മുതൽ ഈ സിനിമ കംപ്ലീറ്റ്ലി കൈവിട്ട് പോകുന്ന ഒരു തോന്നൽ നമുക്ക് പതിയെ വന്നു തുടങ്ങും. ആ ഒരു സെക്കൻഡ് ഹാഫിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനും പിന്നീടുള്ള ഈവൻസും എല്ലാം ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. അതുവരെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കഥ അവിടെ വരെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്ക് തോന്നണത്. എന്ന് വെച്ചാൽ ഷാഹി കബീറിന് ആ ഒരു കംപ്ലീറ്റ് ക്ലോഷർ കൊടുക്കാൻ വേണ്ടി കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയ പോലെ, ആൻഡ് എങ്ങനെയും ഈ സിനിമ റാപ്പപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുട്ടി എഴുതി വെച്ച പോലെയാണ് തോന്നിയത്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്രമിസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സെക്കൻഡ് ഹാഫ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഷാഹി കബീറിന്റെ പ്രീവിയസ് ഔട്ടിങ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എനിക്കൊരു അടുത്തൊരു വീക്ക് വർക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ കംപ്ലീറ്റ്ലി ആൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓവറോൾ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസിനും ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിന് വേണ്ടി കാണാൻ പറ്റിയ ഒരു ഡീസന്റ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ പടമാണത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ്സിൽ ആഡ് ചെയ്യുക.